ഹലോ, ഇന്ന് നമുക്ക് ടാൻ റിമൂവ് ചെയ്യാൻ, ഫേസ് ഗ്ലോ ആവാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഭയങ്കര വെയിലാണ്, പുറത്തുനിന്ന് ജസ്റ്റ് ഇറങ്ങിയാൽ തന്നെ ഭയങ്കരമായിട്ട് ടാൻ ആവും. അപ്പോൾ വീക്കിലി ഒരു 2 ഡേയ്സ് വെച്ചിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ കുറച്ചായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിലും ഫേസിൽ ടാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട്. ഞാൻ ഫസ്റ്റ് തന്നെ കടലമാവാണ് യൂസ് ചെയ്യണത്. നമ്മുടെ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലും അതേപോലെ ടാനും ഫേസ് നല്ലതുപോലെ ക്ലെൻസ് ചെയ്യാനൊക്കെ കടലമാവ് നല്ലതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യണത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ലിക്വറൈസ് പൗഡറാണ് കേട്ടോ. ഇത് ഭയങ്കര നല്ലതാണ്. ഞാൻ കുറച്ച് മുമ്പായിട്ട് മേടിച്ചു. ഈ ഒരു ലിക്വറൈസ് പൗഡർ നമ്മൾ യൂസ് ചെയ്യണത് ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ കുറച്ചിട്ട് ഫേസ് ഒന്ന് ടോണപ്പ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ടെർമറിക് പൗഡറാണ്. പിഗ്മെൻറ്റേഷനും അതുപോലെ ടാനും ഫേസ് നല്ലതുപോലെ ഗ്ലോ ആവാനും ടെർമറിക് നല്ലതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് സാൻഡൽവുഡ് പൗഡറാണ്. സാൻഡൽവുഡ് പൗഡർ എന്ന് പറയുമ്പോൾ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണതാണ് സാൻഡൽവുഡ് പൗഡർ എന്ന് പറയുന്നത്. ഞാനിവിടെ കേർഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് മിക്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോർമൽ വാട്ടറിലോ റോസ് വാട്ടറിലോ മിൽക്കിലോ എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ മിക്സ് ചെയ്താൽ മതി. എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്താ പറയുക, കേർഡാണ്. അപ്പോൾ ഞാൻ അതിൽ മിക്സ് ചെയ്തു. പക്ഷേ കേർഡാണ് ഒന്നും കൂടെ ഫേസ് ക്ലെൻസ് ചെയ്യാൻ നല്ലത് കേട്ടോ. ഫേസിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ആവണത് ഈ ഒരു കേർഡ് യൂസ് ചെയ്തിട്ടാണ്. ഞാൻ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്യുക. നല്ലതായിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം എന്നിട്ടൊരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. ഒരു മോയ്സ്ചറൈസർ പുറത്ത് പോവുകയാണെങ്കിൽ സൺസ്ക്രീനും അപ്ലൈ ചെയ്യണം കേട്ടോ.